സി ക്ലീനർ എന്ന് എഴുതി ഗൂഗിളിൽ സെർച്ച് ചെയ്യുക. അപ്പോൾ സി ക്ലീനറിൻ്റെ ഒരുപാട് ഡൗൺലോഡിങ് സൈറ്റുകൾ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ഏറ്റവും എളുപ്പം ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതായ ഒരു സൈറ്റാണ് FileHippo.com. FileHippo.comൽ നിന്നും സെലക്ട് ചെയ്യുക. ഓപ്പൺ ആവുന്ന വിൻഡോയിൽ സി ക്ലീനർ 4.12.4657 എന്ന് കാണാം. ഏറ്റവും മുകളിൽ തന്നെ വലതുവശത്തായിട്ട് ഡൗൺലോഡ് ലേറ്റസ്റ്റ് വെർഷൻ എന്ന് കാണാൻ സാധിക്കും. ഡൗൺലോഡ് ലേറ്റസ്റ്റ് വെർഷൻ അതിൽ അവിടെ ക്ലിക്ക് ചെയ്യുക. Your program is now downloading എന്നുള്ള ഒരു ഇത് കാണാൻ സാധിക്കും. നമുക്ക് ഇവിടെ സേവ് ഫയൽ എന്ന വിൻഡോ വരുന്നു. അതിൽ സേവ് ചെയ്യേണ്ടതാണ്. സേവ് ഫയൽ ക്ലിക്ക് ചെയ്യുക. ഫയൽ സേവിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും മുകളിലായിട്ട് ബ്രൗസറിൻ്റെ ഏറ്റവും മുകളിൽ ആരോ കൊടുത്തിരിക്കുന്ന അവിടെ എത്ര സമയം എടുക്കും എന്നുള്ളത് കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആവുന്ന അതിൽ വീണ്ടും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓപ്പൺ ആവുന്ന വിൻഡോയിൽ ചെറിയൊരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആവുന്നതിൽ യെസ് ക്ലിക്ക് ചെയ്യുക. സി ക്ലീനറിൻ്റെ ഇൻസ്റ്റാളറാണ്. യെസ് ക്ലിക്ക് ചെയ്യുക. വെൽക്കം ടു ക്ലീനർ വിസാർഡ് സെറ്റപ്പ് അതിൽ നെക്സ്റ്റ് അടിക്കേണ്ടതാണ്. വെൽക്കം ടു സി ക്ലീനർ നെക്സ്റ്റ്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഫിനിഷ് ചെയ്യുക. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ ഫിനിഷാണ്. ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൽ എങ്ങനെ രണ്ട് കാര്യങ്ങൾ അനലൈസ് ചെയ്യുക, പിന്നെ റൺ ക്ലീനർ എന്നതിന് താഴത്ത് കാണാൻ സാധിക്കും. അതിൽ നമ്മൾ അനലൈസ് ചെയ്യണം. അതായത് എന്തൊക്കെയാണ് നമുക്ക് ക്ലീൻ ചെയ്യാതെ ഏതൊക്കെയാണ് ക്ലീൻ ചെയ്യാനുള്ള ഫയലുകളെന്ന് അനലൈസ് ചെയ്യുമ്പോൾ ഇവിടെ കഴിഞ്ഞ് കാണാൻ സാധിക്കും. റൺ ക്ലീനർ നോക്കി നമ്മളത് ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ ഫയലുകളെല്ലാം ക്ലീൻ ആകുന്നതാണ്. ഇത്രയും ഫയലാണ് നമുക്ക് ക്ലീൻ ചെയ്ത് കളയാനുള്ളത്. ഒന്നുകൂടി റൺ ക്ലീനർ നോക്കി 0 bytes ഫയൽ ക്ലീൻഡ് എന്ന് കാണിക്കുന്നത് വരെ റൺ ക്ലീനർ നോക്കേണ്ടതാണ്. ഇപ്പോൾ എല്ലാ ഫയലും 0 ഫുൾ ഫയലും ക്ലീൻ ആയി കഴിഞ്ഞിരിക്കുന്നു. ക്ലീൻ ചെയ്യാണ്ട് എല്ലാ ഫയലുകളും ക്ലീൻ ആയിരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.